ഞങ്ങളിന്ന് നേരെ പോകുന്നത് നിച്ചുക്കുട്ടിന് ഹെയർ കട്ട് ചെയ്യാനാണ്. ഒരു വർഷമായിട്ട് നമ്മൾ നിച്ചുവിന്റെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് നിച്ചുവിന്റെ മുടി ഒന്ന് വളർത്തിയാൽ കൊള്ളാം എന്നുള്ള പ്ലാനിലായിരുന്നു. അവന്റെ മുടി കുഞ്ഞിലെ നല്ല സ്ട്രെയിറ്റ് പോലെ ഇരുന്നെങ്കിലും ഇപ്പൊ വലുതായി വരുന്തോറും അവന്റെ മുടി നല്ല കേളി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതങ്ങ് വളർന്നു കിടക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഞങ്ങളുടെ ആഗ്രഹം ഇതൊക്കെ ആയിരുന്നെങ്കിലും അവന്റെ മുടിക്ക് തീരെ ഉള്ളില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഫ്രിസിയും കൂടെ ആയിരുന്നുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തേക്കാന്ന് വെച്ചു. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നും അവനോടത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നേരത്തെ പറയാറുണ്ട്, മുടി വെട്ടാൻ പോവുകയാണെ മുടി വെട്ടുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ വെട്ടിത്തരും എന്നൊക്കെ പറയുന്ന കാരണം അവനൊരു പ്രശ്നവും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവസാനം ഹെയർ സെറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങോട്ട് ഇത് തീരുന്നവരെ ക്ഷമയോടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ആലമ്പ്. ഇച്ചുവിനെ ഹെയർ കട്ടിന് കൊണ്ടുപോയത് ഇവിടെ ആലപ്പുഴ ഗ്യാരേജിലാണ്. ഇച്ചായി അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ അത്യാവശ്യം കോപ്പറേറ്റീവും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അടിപൊളിയായിട്ട് അത് ചെയ്തു തരികയും ചെയ്യും. പിന്നെ നിച്ചുവിന്റെ മുടി മുട്ടയടിച്ചതും പിന്നെ അടുത്ത ഹെയർ കട്ട് ചെയ്തതും ഒക്കെ ഇവിടെ നിന്നായിരുന്നു. പിന്നെ നമ്മൾ ആ ബായിയോട് പറഞ്ഞ പോലെ തന്നെ സൈഡിൽ 2 വര